നമ്മൾ കയറി പറഞ്ഞിടത്ത് പൊന്മുടി നല്ലൊരു സ്പോട്ട് കണ്ട്, ഫുഡ് സ്പോട്ട്. അപ്പം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഗൈസ്. പൊറോട്ടയൊക്കെ നല്ല മുരിഞ്ഞ പൊറോട്ട, ചിക്കൻ കറിയൊക്കെ അടിപൊളി. കല്യാണ വീട്ടിൽ കഴിക്കും പോലത്തെ ഒരു ഫീലാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഗൈസ് വരുമ്പം. പൊന്മുടി ടോപ്പ് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആദർശമായിട്ടൊരു യൂട്യൂബറിനെ കണ്ടുമുട്ടി ഗൈസ്. നമുക്ക് ആ യൂട്യൂബറിനെ പരിചയപ്പെടാമെന്നില്ല, എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതേ ഇവിടുത്തെ കാറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാറ്റാണ് ഗൈസ്. അതെന്ത് കാറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ കാറ്റ് അറിയാൻ പാടുള്ളൂ. ദൈവനെ ചോദിച്ചു നോക്കാം, ഇപ്പോഴത്തെ കാറ്റ് എങ്ങനെയുണ്ട്? കാറ്റടിക്കുമ്പോൾ ഇരുന്നാൽ ആ ഫീല് കിട്ടത്തില്ല. ഇതൊക്കെ നാച്ചുറൽ, പ്രകൃതി രമണീയമായ കാറ്റാണ്. നാച്ചുറലായുള്ള കാറ്റാണ്. നമുക്ക് എന്ന് വെച്ചാൽ പ്രകൃതി നമുക്ക് തരുന്ന കാറ്റ്. അതേപോലെ നമ്മളും പ്രകൃതിയെ കാണണമെന്നാണ് പറഞ്ഞു വരുന്നത്. അല്ല, നമ്മളും പ്രകൃതിയെ അങ്ങനെ കാണണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മാതിരി ഫീലാണ് ഗൈസ് ആ കാറ്റ്. ഇപ്പം എനിക്ക് ഓർമ്മ മറ്റേ സിനിമയിലെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ. തട്ടത്തിന് പറയത്തില്ല ഡയലോഗുകൾ. ആയിഷയെ കണ്ടുകിട്ടുമ്പോൾ കോളേജ് വരാന്തയിൽ ആയിഷയെ കണ്ടുകിട്ടി വരും. അതേ കാറ്റ്, ആ തണുത്ത കാറ്റ് എന്നാ ഒരു ഫീലാ ഗൈസ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലത്. അത് എനിക്കറിയാമോ ഗൈസ്, ഒരു കൊച്ചിനെ കണ്ണിറക്കി കാണിച്ചു ഗൈസ്. നോപ്പോളൊരു കൊച്ചി കണ്ണിറക്കി കാണിച്ചു. ഇവൻ കണ്ട് ഗൈസ്, പള്ളു വിളിച്ചിട്ടായിരിക്കും ഈ വേട്ടവാളയും കണ്ടു കുറേ ഗൈസ്. അതെങ്ങനെയുണ്ടാ കുട്ടി? എങ്ങനെയുണ്ടോ? ഓള തട്ടുകെട്ട് കഴിഞ്ഞ എൻ്റെ സാറേ, പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. ആ തട്ടത്തിനകത്തുള്ളവളുടെ മുഖം മാത്രം. ഒന്ന് കയറാൻ പോവുകയാണ് ഗൈസ്. ഒരു അടാറ് കുന്നാണ് ഗൈസ്. കണ്ടില്ല ഗൈസ്, ആ വഴിയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ക്യാമറയിൽ നോക്കൂ തറയിൽ നോക്കൂ ഉള്ള സിറ്റുവേഷനിലാണ്. അപ്പം തറയിൽ നോക്കി കയറാം, അതാകുമ്പോൾ റിസ്ക് എടുക്കണ്ടോ. ഇവർക്ക് ടാറെങ്കിലും ഇട്ടൂടെ അവിടെ? പൈസകൾ വാങ്ങണമില്ലേ? അതേപോലെ ടാറ് കൂട്ടേക്ക് നടക്കാൻ സുഖമായിരുന്നു തന്നെ. അയ്യോ മല കുന്ന്, വെള്ളം കുന്നും മല. ഏയ് പൊന്മുടി എന്നിട്ട് എങ്ങനെയുണ്ട്? പറയാനാണോ പറയണ്ടേ? പിന്നെ ആരാണ് പറയേണ്ടത്? നീയല്ലേ ഗൈസ്. ഞാൻ ഒരു ദിവസം വന്നപ്പോൾ ഇവിടെ തണുപ്പുണ്ടായിരുന്നു. ഇപ്പം തണുപ്പുമില്ല, തണുപ്പുണ്ട്, കാറ്റുണ്ട്, ഒരു മഞ്ഞില്ല, മിസ്റ്റ്. അതിൻ്റെ ഭയങ്കര എന്നൊക്കെ പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ബെസ്റ്റ് എക്സ്പീരിയൻസ്. ഞാൻ ഒരു പ്രതീക്ഷിച്ച അത്ര ഒരു വൈബില്ലായിരുന്നു. സീസൺ ടൈമിൽ വേണം. സീസൺ എന്ന് പറയുമ്പോൾ നോർമലായിട്ട് ഇത് ജാനുവരി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. തണുപ്പില്ല, ഒന്നുമില്ല. ജൂൺ ആ റേഞ്ചൊക്കെയാണ്. ഇപ്പോഴൊക്കെ ഹീറ്റ് പിടിക്കുന്ന ടൈം. ഇതിൻ്റെ ഹീറ്റ് പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. നല്ല വൃത്തിയാണ്. വന്നപ്പോൾ കുറേ ഹീറ്റൊക്കെ പിടിച്ചു. മോളോട് നല്ല കാറ്റുണ്ടായിരുന്നു. കാറ്റ് മാത്രമേ ഉള്ളൂ. അതെ, അവിടുത്തെ കാറ്റും ഇവന്റെ കാറ്റും കൂടി എല്ലായപ്പോൾ ടാലിയായി. മച്ചു മാത്രമായിരിക്കും ചിലപ്പോൾ ഞാൻ കാണത്തില്ല. നമ്മൾ കുറെ നാളിന് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോയിൽ ജോയിൻ ആകുന്നത്. നമുക്ക് മുമ്പ് ഒരു ചാനലൊക്കെ ഉണ്ടായിരുന്നു. ഇവന്റെ തിരക്ക് കാരണം ഇവന്റെ തിരക്കാണ് അങ്ങനെ പോയതാണ്. നമ്മളൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തായാലും മേ ബി എപ്പോഴെങ്കിലൊക്കെ നമ്മളതൊന്ന് ഓപ്പൺ ആക്കും. അതെ, ഓപ്പൺ ആക്കും ഗൈസ്. നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും വേണം. അതൊരു ഇതിലൊന്ന് ചെയ്തൊന്ന് സെറ്റ് ആവട്ടെ. അതെ ഗൈസ്. അപ്പം എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വേറെ ഒന്നുമില്ല ഗൈസ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.